വഴിവിളക്കുകളെ സംബന്ധിച്ചൊരു തർക്കം, ഒരു വലിയ തർക്കം നടക്കുകയാണിപ്പോൾ പാലക്കാട് വടക്കഞ്ചേരി പഞ്ചായത്തിൽ. രമ്യ ഹരിദാസ് എംപിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച മിനി മാസ് ലൈറ്റുകൾക്ക് പഞ്ചായത്ത് അനുമതി നൽകുന്നില്ല എന്നാണ് UDF മെമ്പർമാരുടെ ആരോപണം. ഭരണസമിതി യോഗത്തിലെ അനുമതി നൽകാൻ കഴിയുമെന്നാണ് LDF ഭരിക്കുന്ന പഞ്ചായത്തിന്റെ വിശദീകരണം. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ആരംഭിച്ച UDF മെമ്പർമാരുടെ രാപകൽ സമരം ഇപ്പോഴും തുടരുകയാണ്. വടക്കഞ്ചേരി പഞ്ചായത്തിലെ മെമ്പർമാർ തമ്മിലുള്ള തർക്കത്തിന് പ്രധാനപ്പെട്ട കാരണം തെരുവ് വിളക്കുകൾ പൂർണ്ണമായും UDFന്റെ മണ്ഡലങ്ങളിൽ സ്ഥാപിക്കുന്നുവെന്നാണ് LDF വാദം. എന്നാൽ വികസന പദ്ധതികൾക്ക് പഞ്ചായത്ത് അനുമതി നൽകുന്നില്ല എന്നാണ് UDF അംഗങ്ങൾ പറയുന്നത്. കാര്യം എന്തായാലും മെമ്പർമാർ തമ്മിലുള്ള തർക്കം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി രൂക്ഷമായി മാറുകയാണ്. രമ്യ ഹരിദാസ് എംപിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നുള്ള 11 മിനി മാസ്റ്റ് ലൈറ്റുകൾ കൂടി ഇനി പഞ്ചായത്തിൽ സ്ഥാപിക്കാനുണ്ട്. എന്നാൽ ഇതിന് LDF ഭരിക്കുന്ന വടക്കഞ്ചേരി പഞ്ചായത്ത് അനുമതി നൽകുന്നില്ല എന്നാണ് UDF മെമ്പർമാരുടെ പരാതി. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് MPയുടെ വികസന പദ്ധതികൾക്ക് പഞ്ചായത്ത് തുരങ്കം വെക്കുകയാണെന്നും UDF മെമ്പർമാർ പറയുന്നു. ഇക്കാര്യത്തിൽ പ്രതിഷേധമറിയിച്ചാണ് ബുധനാഴ്ച വൈകുന്നേരം മുതൽ UDF മെമ്പർമാർ പഞ്ചായത്തിന് മുന്നിൽ കുത്തിയിരിപ്പ് ആരംഭിച്ചത്. വടക്കഞ്ചേരി പഞ്ചായത്തിൽ രാഷ്ട്രീയ കാരണങ്ങളാൽ, രാഷ്ട്രീയ വിദ്വേഷത്തിന്റെ പേരിൽ വികസന പ്രവർത്തനങ്ങളെ തന്നെ അട്ടിമറിക്കുന്ന തരത്തിലുള്ള അങ്ങേയറ്റം ജനവിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമായിട്ടുള്ള ഒരു പ്രവർത്തന ശൈലിയുമായിട്ടാണ് CPMന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി മുന്നോട്ട് പോകുന്നത്. MP ഫണ്ടിൽ നിന്ന് തുക അനുവദിച്ച് ലൈറ്റുകൾ സ്ഥാപിച്ചാലും മെയിൻ്റനൻസ് ചെലവും കറണ്ട് ചാർജും വഹിക്കേണ്ടത് പഞ്ചായത്തിന്റെ ഉത്തരവാദിത്വമാണ്. ഇതിനാൽ പ്രപ്പോസൽ നൽകിയ ശേഷം ഭരണസമിതി യോഗത്തിലാണ് തീരുമാനം ഔദ്യോഗികമായി അറിയിക്കുക. ഭരണസമിതി ചേർന്നാലേ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാനാകൂ എന്നാണ് പഞ്ചായത്തിന്റെ വിശദീകരണം. നിലവിൽ MP ഫണ്ടിൽ നിന്നും അനുവദിച്ച ലൈറ്റുകൾ കോൺഗ്രസ് മെമ്പർമാരുടെ വാർഡിലേക്ക് മാത്രമാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ആരോപിക്കുന്നു. പക്ഷെ അത് നമുക്ക് പരിശോധിച്ച് അടുത്ത ദിവസം അടുത്ത ബോർഡിൽ വെക്കാമെന്ന് പറഞ്ഞപ്പോൾ മറ്റു പ്രതിപക്ഷം ഇല്ലെങ്കിൽ പോലും മറ്റ് മെമ്പർമാർ അത് പറ്റില്ല, ഈ ബോർഡിൽ തന്നെ അംഗീകരിച്ച് തരണം എന്ന് പറഞ്ഞ് വളരെ മോശമായ രീതിയിൽ ഭരണസമിതിയിൽ നിന്ന് ആക്രോശിച്ച് ഇറങ്ങി പോവുകയാണ് ചെയ്തിട്ടുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നാൽ പിന്നെ ലൈറ്റുകൾ സ്ഥാപിക്കാനാകില്ല, ഫണ്ട് നഷ്ടമാവുകയും ചെയ്യും. അതിനാൽ ലൈറ്റുകൾ സ്ഥാപിക്കാനുള്ള അനുമതി നൽകും വരെ പഞ്ചായത്തിന് മുന്നിൽ പ്രതിഷേധിക്കുമെന്നാണ് UDF മെമ്പർമാർ പറയുന്നത്. വികസന പദ്ധതികൾ രാഷ്ട്രീയ ലാഭം മുന്നിൽ കണ്ട് മുടക്കുന്നത് ശരിയായ പ്രവണതയല്ല. കേവലം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വാർഡുകളിലേക്ക് മാത്രം വികസനം എത്തിക്കുന്നതും ശരിയല്ല. എന്തായാലും തർക്കം മുറുകുമ്പോൾ രാഷ്ട്രീയ പ്രതിനിധികൾ ഓർക്കേണ്ട കാര്യം, ജനങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കുന്നുണ്ട്, അവർ മണ്ടന്മാരല്ല. രാജീവ് സുദേവിനൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ്, 24. പൊതുജനം കഴുതയല്ല സാർ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരും വരെ ലൈറ്റുകൾ സ്ഥാപിക്കുന്ന നടപടികൾ മുടക്കാനാണ് CPM ഭരിക്കുന്ന പഞ്ചായത്ത് ഭരണസമിതിയുടെ നീക്കം എന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. കോൺഗ്രസ് CPM തർക്കത്തിന്റെ പേരിൽ ജനങ്ങളെ ഇരുട്ടിൽ നിർത്തുന്നത് എന്തിനാണ് എന്ന് നാട്ടുകാർ ചോദിക്കുന്നു. കേൾക്കാം അവരുടെ പ്രതികരണങ്ങൾ. ഈ കഴിഞ്ഞ 4.5 വർഷക്കാലം ഒട്ടനവധി ആവശ്യങ്ങളിൽ ഈ ബഹുമാനപ്പെട്ട MPയോട് ആവശ്യപ്പെട്ടിട്ട് അങ്കണവാടികൾക്ക് സ്ഥലം വാങ്ങാൻ, റോഡുകളുടെ, പാലങ്ങളുടെ നിരവധി ആവശ്യങ്ങളിൽ ബഹുമാനപ്പെട്ട MPയോട് ആവശ്യപ്പെട്ടിട്ട് 1 രൂപ പോലും ആ ഒരു വികസന പ്രവർത്തനങ്ങൾക്കായിട്ട് ഈ 4.5 വർഷക്കാലം വടക്കഞ്ചേരി പഞ്ചായത്തിന് തന്നിട്ടില്ല. ഈ MPയുടെ വികസന പ്രവർത്തനത്തെ അട്ടിമറിച്ച് ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യമായ വെള്ളവും വെളിച്ചവും എല്ലാം നിഷേധിച്ചിട്ടാണ് ഈ ഭരണസമിതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയ വിവേചനം മാത്രം കാണിച്ചുകൊണ്ട് ജനങ്ങളുടെ അവകാശങ്ങൾ ഇല്ലാതാക്കുകയാണ് വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും അതുപോലെ സെക്രട്ടറിയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. MP ലാഡ് പ്രകാരം അനുവദിച്ചിട്ടുള്ള മിനിമാസ് ലൈറ്റുകൾ ഒരു പഞ്ചായത്തിലും, കോൺഗ്രസിന്റെ ഒരു പഞ്ചായത്തിലും അനുവദിക്കേണ്ടതില്ല എന്നാണ് ഇവരുടെ മൊത്തമായിട്ടുള്ള തീരുമാനം. ഈ കോൺഗ്രസിന്റെ വാർഡുകൾക്ക് ഒന്നും അനുവദിക്കുന്നില്ല എന്നുള്ളത് ഇന്നലെ ഒരു ചർച്ച പറഞ്ഞു. അത് അത്ര ശരിയായ കാര്യമല്ല. ജനപ്രതിനിധികൾ ആവശ്യപ്പെട്ട കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, ഇല്ല ജനപ്രതിനിധികളുടെ വീടുകൾക്കോ സ്വന്തം നിലയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടൊന്നുമുള്ളതല്ല ജനപ്രതിനിധികൾ ആവശ്യപ്പെടുന്നത്. ഒരു വാർഡിലേക്ക് MLA തന്നാലും MP തന്നാലും അത് നമ്മൾക്ക് ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. അവിടെ റോഡാണോ, വെള്ളമാണോ, വെളിച്ചമാണോ, ആരാണോ തരുന്നത് ഫണ്ട് അനുവദിക്കുന്നത്, അത് ആ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്ന് മനസ്സിലാക്കി അത് ഉൾക്കൊള്ളുക എന്നുള്ളതാണ് മെമ്പർമാർ ചെയ്യുന്നത്.